കോട്ടയത്ത് നിന്നും യാത്ര തുടങ്ങുന്ന കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ബോട്ട് സർവീസിൽ ആലപ്പുഴയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. കോട്ടയം കോടിമാത ബോട്ട് ജെട്ടിയിൽ നിന്നും രാവിലെ 11:30 ബോട്ടിലാണ് ഈ യാത്ര. 2.5 മണിക്കൂർ സമയമെടുത്താണ് ഈ ബോട്ട് ആലപ്പുഴയിലെത്തുന്നത്. ഈ ബോട്ട് സർവീസിൽ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് വരുന്നത് 29 രൂപയാണ്. ഈ ബോട്ടിൻ്റെ ആദ്യ സർവീസ്, അതായത് കോട്ടയത്ത് നിന്നും ആദ്യ സർവീസ് ആരംഭിക്കുന്നത് രാവിലെ 6:45 അതിനുശേഷം 11:30 ബോട്ട് സർവീസ് ഉണ്ട്. ഈ ബോട്ട് സർവീസ് കോട്ടയത്ത് നിന്നും എല്ലാ ദിവസവും ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈ ബോട്ട് സർവീസിന് പ്രത്യേകിച്ച് അവധികളൊന്നുമില്ല. എല്ലാ ദിവസവും കോട്ടയത്തും നിന്നും ആലപ്പുഴയിലേക്ക് ഈ ബോട്ട് സർവീസ് ലഭ്യമാണ്. കോട്ടയത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ബോട്ട് സർവീസ് പുത്തൻതോട് വഴിയാണ് വേമ്പനാട്ടുകായൽ പ്രവേശിച്ച് ആലപ്പുഴയിലേക്ക് പോകുന്നത്. കാരാപ്പുഴ, 15-ാം കടവ്, കാഞ്ഞിരം, വെട്ടിക്കാട് വഴി ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന ബോട്ട് സർവീസ് നിരവധി കാഴ്ചകളാണ് ഓരോ യാത്രികനും സമ്മാനിക്കുന്നത്. ഈ ബോട്ട് സർവീസിൻ്റെ ആദ്യ അരമണിക്കൂർ നമ്മൾക്ക് പ്രകൃതിരമണീയമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കാരണം ഈ ബോട്ട് പോകുന്ന ഈ പുത്തൻതോടിൻ്റെ 2 സൈഡിലും നിറയെ വീടുകളാണ് ഉള്ളത്. ആ വീടുകൾ എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. കാരണം ഈ കോട്ടയത്തിൻ്റെ ഗ്രാമീണ ഭംഗി മൊത്തം നമുക്ക് ഈ ബോട്ട് സർവീസിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. കാരണം ഈ പുത്തൻതോടിൻ്റെ 2 സൈഡിലും നിറയെ വീടുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ പുത്തൻതോട് വഴി ബോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പഴയ സർവീസാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ്. നിരവധി യാത്രികരാണ് ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ വിദേശികൾ, അതായത് വിനോദസഞ്ചാരികൾ ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം ഈ ബോട്ട് സർവീസിലൂടെ അവർക്ക് കേരളത്തിൻ്റെ ഒരു പ്രകൃതിരമണീയമായ കാഴ്ചകൾ എല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിരവധി വിദേശ സഞ്ചാരികളാണ് ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ ബോട്ട് സർവീസിലെ ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം നമ്മൾ വേമ്പനാട്ട് കായലിലൂടെ പാസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് കായൽ സൗന്ദര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നിരവധി യാത്രികർ ഈ ബോട്ട് സർവീസ് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. കാരണം ഈ ബോട്ട് സർവീസിലൂടെ ആലപ്പുഴയിലേക്കും കോട്ടയത്തിലേക്കും വളരെ കുറഞ്ഞ നിരക്കിൽ എത്താവുന്നതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ജനവിഭാഗങ്ങൾ ഈ ബോട്ട് സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന വിനോദസഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള നിരവധി ഹൗസ് ബോട്ടുകൾ നമ്മുടെ ബോട്ടിനെ മറികടന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നയനമനോഹരമായ കാഴ്ചകളാണ് അത് സമ്മാനിക്കുന്നത്. കാരണം ഈ വേമ്പനാട്ട് കായലിലുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങനെയുള്ള ഹൗസ് ബോട്ടുകൾ കാണുന്നത്. ആലപ്പുഴയിലെത്തിയാൽ നമുക്ക് ഈ ഹൗസ് ബോട്ടുകൾ റെൻറ്റിന് എടുത്ത് നമുക്ക് ഈ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കാം. നിശ്ചിതമായ തുകകൾ ഈ വാടക ഇതിന് ഈ ഹൗസ് ബോട്ടുകൾക്കുണ്ട്. ആലപ്പുഴയിൽ എത്തിയാൽ നമുക്ക് നിരവധി ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഹൗസ് ബോട്ടുകളെല്ലാം ആലപ്പുഴയിൽ ലഭ്യമാണ്. കോട്ടയത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ബോട്ട് സർവീസ് 2.5 മണിക്കൂറിന് ശേഷമാണ് ആലപ്പുഴയിൽ എത്തിച്ചേരുന്നത്. ഇതിനകം തന്നെ നിരവധി സ്റ്റോപ്പുകളുണ്ട്. എല്ലാ സ്റ്റോപ്പുകളിലും
ബോട്ടിൽ ആളെ എടുത്താണ് ഈ ബോട്ട് സർവീസ് പോകുന്നത്.